Hello guys, welcome to my YouTube channel. So, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന കുറേ ഓൺലൈൻ മണി മേക്കിംഗ് ആപ്സ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് സത്യവും കള്ളവും എന്ന് നമുക്ക് നോക്കാം. ഇന്ന് അതിൻ്റെ അടുത്തൊരു ആപ്പായിട്ട് എല്ലാവരും പറയുന്ന ഒരു ആപ്പാണ് യൂണിസോൺ. സെർച്ച് ചെയ്തണം യൂണിസോൺ. ഓൾറെഡി എനിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആയതുകൊണ്ട് എനിക്കത് ഓപ്പൺ ആയിട്ട് വരികയാണ്. സോ ഇതാണ് എൻ്റെ പ്രൊഫൈല്. നമ്മൾ യൂണിസോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ലൈക്ക് വൈസ് നമുക്ക് WA അതായത് ബിസിനസ് വാട്സപ്പ് ഉണ്ടെങ്കിൽ അതായത് കോണ്ടാക്ട്സ് കുറവായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ WA വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഏത് വാട്സപ്പാണ് കൂടുതൽ കോണ്ടാക്ട്സ് എന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു വാട്സപ്പ് മാത്രം വെച്ചിട്ട് മറ്റേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അല്ലെങ്കിൽ നേരെ ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ക്രോമിൽ നമ്മുടെ ജിമെയിലൊക്കെ കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ ജിമെയിലിൻ്റെ അകത്തുള്ള ഓൾറെഡി ആക്സസ് ചെയ്യുന്ന അതായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഏത് വാട്സപ്പാണ് കൂടുതൽ കോണ്ടാക്ട്സ് ഉള്ളത്. ഈ യൂണിസോണിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ അതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ കൊടുക്കാതെ തന്നെ സിങ്ക് ആയിക്കോളും ജസ്റ്റ് അങ്ങ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ WA വാട്സപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് വാട്സപ്പ് ഏത് വാട്സപ്പ് ആണെങ്കിലും ഏതാണോ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ കൂടുതൽ പേര് കാണുന്നത് അത് മാത്രം വെച്ചിട്ട് മറ്റേ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. എനിക്ക് അബദ്ധം പറ്റിയതാണ്. കുറേ ട്രൈ ചെയ്ത് ഞാൻ ഓൾറെഡി മറ്റേത് രജിസ്റ്റർ ആയിപ്പോയി. വീണ്ടും രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇത് തന്നെ പറയും ഇത് ഫേക്ക് ആവുന്ന രീതിയിൽ കാണിക്കും. നമ്മുടെ അക്കൗണ്ട് അവർ ഡിസ്മിസ് ചെയ്യും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. പിന്നെ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തൊരു അക്കൗണ്ടാണിത്. സോ ബാക്കി കാര്യങ്ങൾ അതുപോലെ തന്നെ. സോ ഇതെടുക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഓൾറെഡി നമുക്ക് അറിയാം. ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഗെറ്റ് ഫ്രം ഗൂഗിളിന് ഓൾറെഡി കാണിക്കും. ഇതെല്ലാം ഗെറ്റ് ഫ്രം ഗൂഗിളാണ്. ഈ നമ്പറെല്ലാം ഓൾറെഡി എനിക്ക് പഴയ അതായത് എൻ്റെ WA വാട്സപ്പിൻ്റെ നമ്പറാണ്. അത് വെരിഫൈഡ് ആയിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിപ്പോൾ അത് വെച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്ക് കോണ്ടാക്ട്സും കുറവാണ്, എനിക്ക് കിട്ടുന്ന ഏർണിങ്സും കുറവാണ്. അത് നിങ്ങളൊന്ന് പ്രത്യേകം സൂക്ഷിക്കുക. അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നമ്മൾ ബാക്ക് എടുത്തു. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഈ ആഡ്സിൻ്റെ അവിടെ ഈ ന്യൂ ആഡ്സ് എന്ന് കൊടുത്തേക്കുന്നത് അവിടെ വ്യൂ ഓളെന്ന് കാണും. അവിടെ ഓൾറെഡി ഈ ലക്കി ഏൺ 25 എന്ന് കാണിക്കുന്നില്ലേ, ആ ഒരു ഫേസിൽ ആ ഒരു സൈഡിൽ നമുക്ക് പുതിയ ആഡ്സ് വരും. ആഡ്സ് വന്നുകൊണ്ടിരിക്കും. അത് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ കാണാതിരിക്കുമ്പോൾ ചിലപ്പോൾ പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുക. അത് കയറി നോക്കിയിട്ട് ഈ ലക്കി ഏൺ 25 എന്ന സ്ഥലത്തായിരിക്കും ഇത് വരുന്നത്. പിന്നെ വേറെ കുറേ രീതിയിലൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാറില്ല. റെഫറൽസൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ വ്യൂ ആഡ്സ്, ഇനി എനിക്ക് ഇന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വ്യൂ ആഡ്സ് എടുക്കുക. അതിൽ വ്യൂ ആഡ്സ് അപ്പോൾ ഇങ്ങനത്തെ ഇതായിരിക്കും കാണുന്നത്. ഇപ്പോൾ നിലവിൽ എനിക്ക് ആഡ്സ് ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ എടുത്ത ആഡ്സ്, ഞാൻ ചെയ്ത ആഡ്സ്, എനിക്ക് എത്ര ഏർണിങ്സ് കിട്ടി എന്നുള്ള ആഡ്സ് ഈ സീ മൈ ഷെയർ ആഡ്സ് എന്നുള്ളതിൽ കാണാം. കിട്ടുമ്പോൾ കാണും. ഇതെല്ലാം എനിക്ക് ഈ പൈസ എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. 4 രൂപ, 14 രൂപ, 1 രൂപ, 4 രൂപ, 2 രൂപ, പിന്നെ 0.88 അതൊക്കെ കിട്ടിയതാണ്. സോ അപ്പോൾ നിലവിൽ എനിക്കിതാണ് ഈ ഒരു ആഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കംപ്ലീറ്റിങ്ങിന് ഏർണിങ്സ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ ഈ ഓപ്ഷൻ കണ്ടോ, ഷെയർ ഓൺ സ്റ്റാറ്റസ് എന്ന്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഏത് വാട്സാപ്പിലാണ് രജിസ്റ്റർ ചെയ്തത് അങ്ങോട്ടായിരിക്കും പോകുന്നത് ഡയറക്റ്റായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേറ്റസായിട്ട് വെക്കുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് അക്സെപ്റ്റ് എന്ന ഭാഗത്ത് കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനായിരിക്കും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്ട് ഇങ്ങനെ ഇൻ്റർഫേസ്. അതായത് നിങ്ങൾ ഷെയർ ഓൺ സ്റ്റേറ്റസ് നമ്മൾ സ്റ്റേറ്റസിലോട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം എടുക്കാം. ഇത് കംപ്ലീറ്റിങ്ങിന് 5 hours അങ്ങനെ കുറേ കാണിക്കും. അപ്പോൾ ഇവർ ഓൾറെഡി നോട്ട് അപ്ലോഡിങ് സ്ക്രീൻഷോട്ട്. ഈ ഒരു സമയം നമ്മൾ നോക്കുക. ഈ ഒരു സമയം നോക്കി വെച്ചിട്ട്
ഈ ഒരു സമയത്ത് ഈ സ്ക്രീൻഷോട്ട് നമ്മളെടുത്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. അതായത് ആരോ മാർക്കിൻ്റെ അവിടെ നമ്മൾ ആ സ്ക്രീൻഷോട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കും, അതും കൂടെ നമ്മൾ ചെയ്ത് വയ്ക്കുക. ഷെയർ മാറ്റ്സ് എടുക്കുന്നു, സ്ക്രീൻഷോട്ട് കൊടുക്കുന്നു, സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത ശേഷം ഈ സബ്മിറ്റ് ഓപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് 3-4 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പോവും. ഈ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് ഏർണിങ്സ് കിട്ടിയോ ഇല്ലേ എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് കിട്ടിയോന്നുണ്ടെങ്കിൽ കിട്ടി, ബാക്ക് അടിക്കുക. ബാക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു അതായത് ആദ്യമേ നമുക്ക് 15 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 15 രൂപ കിട്ടിക്കഴിഞ്ഞ സമയത്ത് വേറെ നമ്മൾ ആഡ് കണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആഡിന് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ കൂടി നമുക്ക് ആദ്യമേ പേ ഔട്ട് 15 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ അടുത്തൊരു ആഡിലൂടെ കണ്ട് എനിക്കൊരു 18 അല്ലെങ്കിൽ 19 രൂപയായി. അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു മിച്ച പൈസ ഇവിടെ ഇട്ടേക്കത്തുള്ളൂ, അതൊരിക്കലും നമുക്ക് അക്കൗണ്ടിൽ വരത്തില്ല. ഇനി സെക്കൻഡ് വിഡ്രോവൽ എന്ന് പറയുന്നത് 25 രൂപയാണ്. കണ്ടോ, റീഡീമബിൾ അറ്റ് 25 റുപ്പീസ്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 25 അടുത്തോട്ട് 25 രൂപ ആയാൽ മാത്രമേ നമുക്കിത് റിഡീം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ളത് 6 രൂപയാണ്. ആദ്യമേ 15, പിന്നെ 25, അങ്ങനെ ഒരു രീതിയിലാണ് പോട്ടുവരുന്നത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു 15 രൂപ എനിക്ക് വന്നിട്ടുള്ള പൈസയാണ്. പിന്നെ ഈ ഒരുപാട് കോണ്ടാക്ട്സ്, ഒരു 2000 അല്ലെങ്കിൽ അത്രയൊക്കെ റേഞ്ച് കോണ്ടാക്ട്സ് ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് മണി മേക്കിംഗ് ആപ്പാണ്. പിന്നെ ഈ 15 രൂപ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുക, എൻ്റെ പേര്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പൈസ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് വാട്സപ്പാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ വാട്സപ്പിലോട്ടായിരിക്കും നമുക്കൊരു കോഡ് വരുന്നത്, അല്ലെങ്കിൽ ലിങ്ക് വരുന്നത്. അപ്പോൾ അതിനകത്താണ് കയറിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ലിങ്ക് വരും, ആ ലിങ്കിലാണ് നമ്മൾ കയറിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഒരു കുറച്ച് നേരം ഒരു പ്രോസസ്സിങ് ടൈം പോലെ കാണിക്കും. പ്രോസസ്സിങ് ടൈം കഴിഞ്ഞ ഉടനെ നമുക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ യൂണിസോൺ എന്ന് പറയുന്ന ഒരു റിയൽ മണി മേക്കിംഗ് ആപ്പാണ്. നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് നമ്മുടെ ബാങ്കിലോട്ട് തന്നെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതാണ്, വേറൊരു ആപ്പിൻ്റെ സഹായമൊന്നും വേണ്ട. ഇതിൽ നമ്മൾ കോൺടാക്ട്സിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ കൂടെയും നമുക്കെന്ന് അധികം എഫേർട്സ് ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ഗെയിം കളിച്ചോ അങ്ങനെ നമ്മൾ ടൈമൊന്നും കളയാതെ വെറും സ്റ്റേറ്റസ് വെച്ച് ആ സ്റ്റേറ്റസിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് യൂണിസോൺ. സോ ഇറ്റ് ഈസ് എ ജെനുവിൻ ആപ്പ്.